ഭരതനാട്യം ഹൈസ്കൂൾ വിഭാഗം എ ഗ്രേഡ് നേടി തിരുവനന്തപുരം ജില്ലയ്ക്ക് അഭിമാനമായ അദീന മെൽവിനെ പരിചയപ്പെടുകയാണ്. അദീന, സന്തോഷമുണ്ട്. എന്താണ് തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി 5 പോയിന്റ് വാങ്ങിക്കൊടുക്കാൻ സാധിച്ചു? ആദ്യമായിട്ടാണ് സംസ്ഥാന അല്ല, രണ്ടാമത്തെ പ്രാവശ്യം. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? ഭരതനാട്യത്തിൽ ആദ്യത്തെ പ്രാവശ്യം, 8ാം ക്ലാസ്സിൽ ഫോക്കിനും പോയായിരുന്നു. കളിച്ചു എന്നുള്ള വിശ്വാസമുണ്ട്, കളിച്ചു. എന്താണ്, ആരാണ് സപ്പോർട്ട്? പ്രധാനമായും അച്ഛനും അമ്മയാണോ, സ്കൂളാണോ? അച്ഛനും അമ്മയാണ് സപ്പോർട്ട്. സ്കൂളിന്റെ പേരെന്തായിരുന്നു? സെന്റ് ഫിലോമിനാസ് GHS പൂന്തുറ. ഇനി ആരാവണമെന്നാണ്? എന്താണ് ഈ ഒരു എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10th. ഇനി ഒരു ഹയർ സെക്കൻഡറി 2 വർഷം ഇനിയും പയറ്റാം. അപ്പോൾ നന്നായിട്ട് തന്നെ വരും. അതെ. എന്താണ് അച്ഛൻ്റെ പേര്? മെൽവിൻ. എന്താ ചെയ്യുന്നത്? ഞാൻ UK-ലാണ്. എന്താണ് ഇത് മോളെ ഒരു പ്രകടനത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ ഫസ്റ്റ് ടൈമാണ് മോളുടെ പ്രകടനം കാണാൻ വേണ്ടിയിട്ട് വന്നത്. ഇതിനു മുമ്പൊന്നും കാണാൻ പറ്റിയിട്ടില്ല, പുറത്തായിരുന്നു. കാണാനായിട്ട് വന്നതാണോ? ലീവ് സമയത്തിന് ഇവിടെ എത്തി, അത്രേ ഉള്ളൂ. എന്ത് കണ്ടപ്പോൾ എന്ത് തോന്നി? സന്തോഷം. നന്നായിട്ട് പരിശീലിപ്പിച്ചത് എല്ലാവരും? പരിശീലിപ്പിച്ചത് കൂടുതലും ഞാനിവിടെ ഇല്ലായിരുന്നതുകൊണ്ട് വൈഫാണ് എല്ലാം നോക്കി. സബ് തൊട്ടേ വൈഫായിരുന്നു കൂടെ. എല്ലാം ഫുൾ ക്രെഡിറ്റ് വൈഫിന് തന്നെയാണ്. വൈഫ്, പിന്നെ ടീച്ചറുണ്ട്, മിസ്സുണ്ട് അവിടെ. സത്യമാണോ? സത്യം തന്നെ ആയിരിക്കും, കാരണം പുള്ളി പുറത്താണല്ലോ. ഓക്കെ, അപ്പോൾ എന്താണ് മോളുടെ പ്രകടനത്തെക്കുറിച്ച്? അതായത് മോള് ഒരു 3rd സ്റ്റാൻഡേർഡ് മുതലാണ് രശ്മി ടീച്ചറിൻ്റെ അടുത്ത് പരിശീലനം തുടങ്ങിയത്. അപ്പോൾ ടീച്ചർ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു. നമ്മൾ മറ്റ് ടീച്ചേഴ്സിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ രാത്രിയും പകലൊന്നും ഇല്ലാതെ ഫുൾ ടൈം, അതായത് എത്രത്തോളം അവർക്ക് പരിശീലനം കൊടുക്കാമോ അത്രയും ആ ബേസിക് സ്റ്റെപ്സ് പോലും അവരെ കൊണ്ട് അത്രയും കറക്റ്റ് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നത്. അതുകൊണ്ട് ടീച്ചറിന് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഈ ഭരതനാട്യത്തിൽ സ്റ്റേറ്റിൽ എത്തണമെന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ടീച്ചർ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് കൊണ്ടുവന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ നിൽക്കുന്നതല്ല. അപ്പം അത് അങ്ങനെ എത്തിപ്പെട്ടതിൽ വളരെയധികം സന്തോഷം. ഇനിയിപ്പോൾ ഹയർ സെക്കൻഡറി 2 വർഷവും നന്നായിട്ട് വരാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. അതെ, പ്രതീക്ഷ. പഠനമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം കലയും മുന്നോട്ട് കൊണ്ടുപോകും. അതെ. എന്താണ് ഭാവിയിലൊക്കെ അങ്ങനെ ഒരു സ്വപ്നങ്ങളൊക്കെ ഉണ്ടോ? ഇപ്പോൾ അങ്ങനെ കറണ്ടായിട്ട് ഇപ്പോഴേ അങ്ങനെ ഉണ്ടാവണം വേണ്ടേ? ഓക്കെ, ഏതായാലും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. എ ഗ്രേഡ് നേടിയ അധീനയ്ക്കുള്ള ഉപഹാരം കെയർ ഗ്രൂപ്പ് ചെയർമാൻ KR ബാലൻ നൽകുകയാണ്. KR ശ്രീനാരായണ കോളേജ് വളാഞ്ചേരിയിലെ കോളേജിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് KR ഗ്രൂപ്പ് ചെയർമാൻ KR ബാലൻ. അദ്ദേഹത്തിൻ്റെ സ്നേഹോപഹാരം അധീനയ്ക്ക് നൽകുകയാണ്. KR ഗ്രൂപ്പ് ചെയർമാൻ KR ബാലൻ, എന്താണ് പറയാനുള്ളത്? വളരെ തിരുവനന്തപുരത്തല്ലേ കുട്ടി നിൽക്കുന്നത്. അപ്പോൾ ഇനിയും വളരെ അവസരം കിട്ടുമല്ലോ. ഈ അവസരം ഏറ്റവും വലിയ, അത് മാത്രമല്ല 10ാം ക്ലാസ്സിലാണ്, ഇനി 2 വർഷം ഉണ്ട് എന്നാണ് പറയുന്നത്. 2 വർഷം മാത്രമല്ല, ഇതിനോട് കൂടി തന്നെ കുട്ടീൻ്റെ പഠിപ്പ് കാര്യങ്ങൾ ഒരു വലിയൊരു രക്ഷിതാക്കളുടെ സപ്പോർട്ട് ആണ് ഏറ്റവും വേണ്ടത്. ഇപ്പോൾ വന്ന കുട്ടികൾ മുഴുവനും ഇപ്പോൾ നമ്മൾ കണ്ടപ്പോൾ പാലക്കാട് ജില്ല, മലപ്പുറം, ഓരോ ജില്ല, കണ്ണൂർ ജില്ല, അപ്പോൾ ആ കുട്ടികൾക്ക് അവസരങ്ങളാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം ഇവിടെ തന്നെയാണ് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് വിദ്യാഭ്യാസത്തിന് ഏറ്റവും ബെസ്റ്റ്. കാരണം എനിക്കറിയുന്ന ഇവിടെ ഇന്നത്തെ IAS IG ഒക്കെ ഇവിടെ പഠിക്കാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിന് സെൻറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര സപ്പോർട്ട് ചെയ്ത നമ്മൾ നന്നായി പഠിക്കുക. ഇത് മാത്രം പോരാ, പഠിപ്പിൽ ഒന്നും അത് ചെയ്യണം. അതിനുള്ളൊരു പ്രോത്സാഹനമാണ് ബാലേട്ടൻ്റെ ഈ സ്നേഹോപഹാരം. ഓക്കെ, അത് കൈമാറാൻ ബാലേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഓക്കെ, ബാലേട്ടൻ അധീനയ്ക്ക് സ്നേഹോപഹാരം നൽകുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്.